നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എൽ ക്ലാസിക്കോയിൽ റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഇത്തവണ ബാഴ്സലോണ കിരീടത്തിലേക്ക് എത്തിയത്. എന്നാൽ അൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ ബാക്ക് ടു ബാക്ക് ലാലിഗ കിരീടങ്ങൾ അവർ നേടുന്നു. അൻസി ഫ്ലിക്കിൻ്റെ ബാഴ്സ ലലീഗയിൽ എൽ ക്ലാസിക്കോ വരുമ്പോഴൊക്കെ റയലിന് മേൽ വമ്പനാധിപത്യം പുലർത്തിയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരു കളി ഒഴികെ ബാക്കിയൊക്കെ തോൽപ്പിച്ചങ്ങ് വിട്ടിട്ടുണ്ട്. കൃത്യമായ കണക്കുകളിലേക്കൊന്ന് പോവുകയാണ്. ശരിക്കും റയലിനെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളൊരു കോച്ചാണ് ഹൻസി ഫ്ലിക്ക്. 7 മത്സരങ്ങൾ ബാഴ്സ വേഴ്സസ് റയൽ മാഡ്രിഡ് അണ്ടർ ഹൻസി ഫ്ലിക്സ് കമാൻഡ്. 7 മത്സരങ്ങൾ 6 ബാഴ്സ വിജയിച്ചു. ഒരേ ഒരു കളിയാണ് റയൽ വിജയിച്ചത്. സമനിലകളില്ല. 6 വിജയം ബാഴ്സക്ക്, 1 വിജയം റയലിന്. 85.7% ബാഴ്സലോണയുടെ വിന്നിംഗ് റേറ്റ് എന്ന കാര്യം അറിയുക. 22 ഗോളുകൾ ബാഴ്സലോണ അടിച്ചപ്പോൾ പകുതി ഗോളുകൾ മാത്രമേ മടക്കാൻ റയൽ മാഡ്രിഡിനെ കൊണ്ടായുള്ളൂ. 11 ഗോളുകളെ അവർ തിരിച്ചടിച്ചിട്ടുള്ളൂ. 2 ക്ലീൻ ഷീറ്റുകൾ ബാഴ്സക്ക്. 29 ബിഗ് ചാൻസുകൾ ബാഴ്സ ക്രിയേറ്റ് ചെയ്തു. 5.2 ഷോട്ട്സ് പെർ ഗോള്. ഒരു ഗോൾ വരാൻ 5ലധികം ഷോട്ടുകൾ വന്നു. ഒരു ഗോൾ കൺസീഡ് ചെയ്യാൻ 8.6 ഷോട്ട്സ് വന്നു. 60.6% ബോൾ പൊസിഷൻ. എല്ലാ അർത്ഥത്തിലും റയൽ മാഡ്രിഡിനെ തകർത്ത് തരിപ്പണമാക്കി നിലം പരിശാക്കി ഹൻസി ഫ്ലിക്കിൻ്റെ ബാഴ്സ കുതിക്കുകയാണ്. ഇനി ബാഴ്സയുടെ കിരീട നേട്ടത്തിൻ്റെ മുഴുവൻ കണക്കെടുത്താൽ ഈ സീസണിൽ 35 ലാലിഗ മത്സരങ്ങൾ കഴിയുമ്പോൾ 30 വിജയങ്ങളാണ്. 4 തോൽവികൾ, ഒരു സമനില. 86.7% വിന്നിംഗ് റേറ്റ്. 91 ഗോളുകൾ ബാഴ്സ അടിച്ചു. 31 ഗോളുകൾ മാത്രമേ തിരികെ വാങ്ങിയുള്ളൂ. 15 ക്ലീൻ ഷീറ്റുകളുണ്ട്. 155 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 7.2 ഷോട്ട്സ് പെർ ഗോൾ, 10.1 ഷോട്ട്സ് പെർ ഗോൾ കൺസീഡഡ്. 68.5% ബോൾ പൊസിഷൻ. സമഗ്രാധിപത്യമാണ് ലലീഗയിൽ എല്ലാ ക്ലബ്ബുകൾക്ക് മേലും. വിശിഷ്യ റയൽ മാഡ്രിഡിനെതിരെയും സമഗ്രാധിപത്യമാണ് ബാഴ്സയുടേത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.